10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ഹാഫിളാവാൻ പോവുക. 7 മാസം കൊണ്ട് ഹാഫിളായി. ഇഫ്ള് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോ വാപ്പ ഇട്ടിട്ട് പോയിട്ട് കാഞ്ഞാറിന്റെ പുഴയുടെ തീരത്ത് ഒരു കൊച്ചു ഓലക്കുടിലിൽ, അവിടെ ഇതേപോലെ മഴ പെയ്താൽ താഴെ ഒരു പരമ്പ് പോലും ഇല്ല. ഉമ്മയും 2 മക്കളും രാത്രിയിൽ ചോർന്നൊലിഞ്ഞ് വെള്ളം താഴെ വീണാൽ തറയിലെ കുഴിയിൽ വീണിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ എഴുന്നേറ്റ് ചിരട്ടയിൽ മുക്കിക്കളയണം, പിന്നെ കിടക്കണമെങ്കിൽ ഉമ്മയും മക്കളും. ആ ദാരിദ്ര്യത്തിൽ നിന്ന് ഞാൻ പഠിക്കാൻ പോയിട്ട് ഉമ്മക്ക് നെഞ്ചുവേദന വന്നിട്ട് ഇനി വീട്ടിലെ അടുപ്പ് പുകയില്ല എന്ന് ഉറപ്പായപ്പോ ഹാഫിളായ ഞാൻ ചായക്കടയിൽ പോയിട്ട് സപ്ലയറായിട്ട് നിന്നു. അവിടെ ചെന്നപ്പോ എന്നോട് മുതലാളി പറഞ്ഞു 2 ജോലിയാണ്, ഒന്ന് പാത്രം കഴുകണം, ഇല്ലെങ്കിൽ മേശ തുടയ്ക്കണം. ഞാൻ പറഞ്ഞു ഞാൻ പാത്രം കഴുകിക്കോളാം. എന്തേന്ന് ചോദിച്ചാൽ ആ ചെറിയ ചായക്കടയുടെ ഓരത്തിന്നും ആ ചായക്കടയുണ്ട്. ഞാൻ ഇന്നെന്റെ വാഹനത്തില് മുമ്പിലൂടെ പോകുമ്പോ ആ ചായക്കടയുടെ മുമ്പിൽ ഞാനൊന്ന് ചവിട്ടും. ഇന്നും ഞാൻ മാസത്തിലൊരിക്കൽ ഉമ്മയെ കാണാൻ പോകും, ഞാനും ഭാര്യ. അപ്പോഴും ഞാൻ ആ ചായക്കടയുടെ മുമ്പിൽ ഒന്ന് മെല്ലെ നിർത്തും. ഇന്നും ആ ചായക്കട എന്റെ ചെറിയ രൂപമാറ്റും. അന്ന് ഞാൻ കുത്തിയിരുന്ന സ്ഥലമുണ്ട്, അവിടെ വലിയ വിറക് കൊണ്ടുപോയി കൂട്ടിക്കെട്ടിയിട്ടിട്ട് അതിന്റെ പുറകിലിരുന്ന് വേണം പാത്രം കഴുവാൻ. പാത്രം കഴുകുമെന്ന് നല്ല ഇറച്ചി ബീഫിന്റെ കഷ്ണം കിട്ടും. അത് ആളുകൾ തിന്നിട്ട് 3-4 എണ്ണം പാത്രത്തിൽ മിച്ചം വെക്കും. ആരും കാണാതെ വിറക് കൂനയുടെ മറയിലിരുന്നിട്ട് ഒരു തുണ്ട് ഇറച്ചി തിന്നാനുള്ള കൊതിയിൽ എന്റെ 16ാമത്തെ വയസ്സിൽ ആളുകൾ തിന്ന ഉച്ചിട്ട് ഞാൻ ആ വിറകിന്റെ പുറകിലിരുന്നിട്ട് ആർത്തിയോടെ വാരിത്തുന്ന ഒരു കാലം എനിക്ക് കടന്നുപോയിട്ടുണ്ട്. എനിക്ക് പറയാൻ മടിയൊന്നുമില്ല, എന്ത് പടി. പക്ഷേ അവിടെ നിന്ന് ഇന്നെന്റെ റബ്ബ് UAE പ്രസിഡന്റിനെ അതിഥിയായി ഔദ്യോഗിക ബഹുമതിയോടെ കൊണ്ടുപോയി UAE പ്രസിഡന്റിന്റെ പാലസിൽ അദ്ദേഹത്തിന്റെ കൂടെ ഇഫ്താർ വിരുന്നിലിരുത്തി. അതുകൊണ്ട് സഹോദരങ്ങളെ, പണം ഒരു മാനദണ്ഡമാക്കരുത്. പണത്തെ നിങ്ങൾ സ്നേഹിക്കരുത്. പണം മാനദണ്ഡമായാൽ, അഷ്റഫ് അലി പറഞ്ഞല്ലോ, എന്റെ വയസ്സിന്റെ ഇടയിൽ ഞാൻ ഒരു ജന്മത്തെ സുഹൃതം ചെയ്തത്. അതെന്തുകൊണ്ടാണ്? മരിച്ചുപോയി വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന്റെ ഇടയിൽ ഇവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിന് എന്ത് അടയാളം വേണമെന്ന് ചോദിച്ചാൽ പറയാനൊരടയാളം വേണം.